Boche Gold and Diamonds. Buy now, pay later. ഷൊർണൂർ കണയം ക്വാറി വിഷയത്തിൽ ഭരണസമിതിയും വാർഡ് കൗൺസിലറും തമ്മിലുള്ള തർക്കം മുറുകുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിലിൽ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ രൂക്ഷമായ പരാമർശമാണ് വാർഡ് കൗൺസിലർ നടത്തിയത്. അതിന് മറുപടിയായി നഗരസഭാ അധ്യക്ഷയും രംഗത്ത് വന്നു. ക്വാറിയുടെ പ്രവർത്തനത്തിന് അനുമതി ആവശ്യപ്പെട്ടെത്തിയപ്പോൾ മുതൽ നഗരസഭയിൽ തർക്കവും ആരംഭിച്ചിരുന്നു. അവരുടെ ഒരു മൗനാനുവാദമില്ലാതെ ഇത് ഇത്രയ്ക്കൊന്നും പോയില്ല. ഒരു ജനകീയ കമ്മിറ്റി അവിടെ രൂപീകരിച്ച് ഇതിലൊരു പ്രക്ഷോഭം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഒരു നല്ല ചാനൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം അവിടെ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. എത്രയോ സ്ഥലത്ത് നമുക്ക് അനുഭവമാണല്ലോ. എന്തുകൊണ്ട് കൗൺസിലർ അതൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ കളക്ടറെ സമീപിച്ചില്ല? എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നല്ലോ. കേന്ദ്രത്തിലൊക്കെ ഇത്ര പിടിപാടുള്ള ആളല്ലേ. നമ്മുടെ നഗരസഭയ്ക്ക് ഇതിനൊന്നും ക്വാറിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അധികാരമില്ല എന്നുള്ളത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്തും ഇവിടുത്തെ മിനിറ്റ്സ് പ്രകാരം നഗരസഭ ക്വാറിക്ക് അനുമതി നൽകിയിട്ടില്ല. അത് ഞാൻ അന്ന് അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പോയ സമയത്തും നമ്മളിത് അവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അവിടെ കൂട്ടിയിരിക്കുന്ന മൺകൂനയുടെ പേരിലാണ് ഇപ്പോൾ അവിടെ പ്രശ്നം വന്നത്. കൗൺസിലിൽ കുറെ കൂടുതൽ മൺകൂന അവിടെ കൂട്ടിയിട്ടുണ്ട് ഈ ക്വാറിയുടെ പാറപൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ ഈ മൺകൂന ഇത്രയധികം ഉയരാവുന്നത് വരെ കൗൺസിലർക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടായില്ല. അതൊരു രണ്ടാള് മൂന്നാള് ഉയരം വന്നപ്പോഴാണ് കൗൺസിലർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ കൗൺസിലിൽ അജണ്ട വരുമ്പോൾ മാത്രം കൗൺസിലർ ഈ ക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാണ്. അതൊരു മുതലക്കണ്ണീരൊഴുക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്വാറിയുടെ നടപടികളുടെ പ്രാരംഭഘട്ടം മുതൽ ഉണ്ടായിട്ടുള്ള കൗൺസിലറാണ് അവര്. അല്ലാണ്ട് ഈ ടേമിൽ മാത്രം അവരവിടെ കൗൺസിലറായ ആളല്ല. അപ്പൊ എന്തുകൊണ്ട് ഈ കൗൺസിലർ അതിനെ തുടക്കം മുതൽ എതിർക്കുകയും അതുപോലെ തന്നെ ഈ കണയ നിവാസികളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അവർ ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. പിന്നെ അവിടെ ഈ ക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട് 3 അംഗ കമ്മിറ്റീനെ നമ്മൾ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണം നടത്താനും വേണ്ട നടപടികൾ എടുക്കാനും. ഈ കമ്മിറ്റിയിൽ വാർഡ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഈ സിനി മനോജ് അതിലെ അംഗമാണ്. അവർ ആ കമ്മിറ്റി എന്താണ് പരിശോധിച്ചതെന്നും എന്താണ് കണ്ടെത്തിയതെന്നും വെളിപ്പെടുത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർക്കതിന് സമാധാനമില്ല അത് പറയാൻ. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ മൺകൂന നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളോട് ഇപ്പൊ ക്വാറിയുടെ ഉടമസ്ഥൻ പറഞ്ഞൊരു അറിവ് മാത്രമേ ഉള്ളൂ, അത് കയർ ഭൂവസ്ത്രം ഇട്ടിട്ട് അത് സംരക്ഷിക്കുന്നു, ജനങ്ങൾക്ക് ആപത്തില്ലാതെ അവരതിന് വേണ്ട നടപടി എടുക്കും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. എന്തായാലും റിമൈൻഡർ എന്നുള്ള നിലയ്ക്ക് ഒരു നോട്ടീസും കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഇതിൽ ആത്യന്തികമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കണയ നിവാസികളുടെ സുരക്ഷയ്ക്കും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പ്രവർത്തനത്തിൽ നിന്നും നഗരസഭ ഒട്ടും പുറകിലോട്ട് പോവില്ല. അപ്പൊ 23/9 ഇനി അതില് രണ്ടാമത്തെ സിറ്റിംഗ് വെച്ചിട്ടുള്ളത്. അന്നത്തെ ദിവസം സ്റ്റേറ്റ്മെന്റ് ഓഫ് ആക്ട് അവിടെ ഹാജരാക്കിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്, നമ്മളവിടെ കോടതിയിൽ ശക്തമായി തന്നെ പറയും, അവിടുത്തെ കണയത്തെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ജീവനും സ്വത്തും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് നഗരസഭയുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ഞങ്ങളാ കഴിയുന്ന എല്ലാവിധ ഇടപെടലും അവിടെ നടത്തിയിട്ടുണ്ട്. ജിയോളജിയും അതുപോലെ തന്നെ കളക്ടർ അവിടുന്ന് തഹസിൽദാരും ഒക്കെ ബന്ധപ്പെട്ടിട്ട് സംയുക്ത പരിശോധന അവിടെ നടത്തിയിട്ടുണ്ട്. കണയം മണ്ണാരംപാറയിലെ ക്വാറിയാണ് BJP കൗൺസിലർക്ക് നേരെയുള്ള ആരോപണത്തിന് ഇടയാക്കുന്നത്. BJP കൗൺസിലർക്കെതിരെ ക്വാറിക്ക് സമീപമുള്ളവരും രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാമാണ് കൗൺസിലറുടെ പ്രതിഷേധത്തിന് കാരണം. കൗൺസിലറാണ് ക്വാറിക്ക് അനുമതി ലഭിക്കാൻ കാരണമെന്ന തരത്തിൽ നഗരസഭാ അധ്യക്ഷയും പറഞ്ഞു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. സമൂഹ മാധ്യമത്തിൽ ഈ രീതിയിൽ പ്രതികരിച്ചു എന്ന പരാതിയാണ് കൗൺസിലർ സിനി മനോജ് ഉന്നയിച്ചത്. ഇതിനിടെ നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോ ക്വാറി ഉടമകൾ കോടതിയെ സമീപിച്ച് മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രദേശവാസികളുടെ പരാതി നഗരസഭാ തലത്തിൽ പരിഹരിക്കാനാവില്ലെന്നാണ് നഗരസഭ അധികൃതരുടെ വിശദീകരണം. എങ്കിലും ശക്തമായ മഴയും പ്രകൃതിക്ഷോഭവും പ്രദേശവാസികളുടെ സൗരജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.